കെട്ടുകണക്കിന് പണം കണ്ട് മഞ്ഞടിച്ചാരും ബി.ജെ.പിയുടെ വലയിൽ പോയി വീഴാൻ നിൽക്കണ്ട, അതിന് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി എന്നേക്കുമായി പൂട്ടിടാൻ പോവുകയാണ് എന്ന് സുപ്രീം കോടതി പറയുന്നത് നരേന്ദ്രമോദിക്കും കേന്ദ്രത്തിനും വലിയൊരു അടിയാണ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ താമരയടക്കം ബി.ജെ.പി ജനാധിപത്യത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ആരും കണ്ടില്ല എന്ന് കരുതിയിടത്താണ് സുപ്രീം കോടതി മർമ്മത്തടിച്ചിരിക്കുന്നത്. വനിതാ സംവരണ ബില്ലിൽ കൂട്ടിക്കെട്ടി മണ്ഡല പുനർനിർണയത്തിനായി വീണ്ടും സഭയിലേക്ക് എത്താനിരിക്കെ സകല പാർട്ടികളെയും പണവും പദവിയും വാഗ്ദാനം ചെയ്തു. അതിന് വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തിയോ വരുതിയിലാക്കി അടുത്ത തവണയും ബി.ജെ.പി ഭരണം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലേക്ക് നീങ്ങുമ്പോഴാണ് സുപ്രീം കോടതി ആഞ്ഞടിക്കുന്നത്. ജൻസികൾ തെരുവിലിറങ്ങി സമരം നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ താഴെയിറക്കിയതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും തുറന്ന യുദ്ധത്തിലേക്ക് സി.ജെ.പി വലിയ ക്യാമ്പയിനുമായി ഇറങ്ങുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറികൾക്കും കുതിരക്കച്ചവടങ്ങൾക്കും വഴിവെക്കുന്ന കൂറുമാറ്റ പ്രവണതകൾക്കെതിരെ ഏറ്റവും കടുത്ത മുന്നറിയിപ്പാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കും പണക്കൊതിക്കും വഴങ്ങി ജനവിധിയെ അട്ടിമറിക്കുന്ന ശീലം ജനാധിപത്യപരമായ മൂല്യങ്ങളെ അടിമുടി തകർക്കുന്നു എന്ന തിരിച്ചറിവാണ് പരമോന്നത കോടതിയുടെ ഈ നിർണായക നിലപാടിലൂടെ വ്യക്തമാക്കുന്നത്. എം.പിമാരെയും എം.എൽ.എമാരെയും തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ഭരണം പിടിക്കുന്ന ഓപ്പറേഷൻ താമര പോലെയുള്ള നീക്കങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഈ നിരീക്ഷണം വഴിവെക്കുകയാണ്. സഭയിൽ ഭൂരിപക്ഷമുണ്ടെന്ന് കരുതി ഒരു വിഭാഗം ജനപ്രതിനിധികൾക്ക് മാതൃ രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളെയും നിർദ്ദേശങ്ങളെയും വെല്ലുവിളിക്കാൻ കഴിയില്ല. നിയമസഭാ കക്ഷിയേക്കാൾ ഏറ്റവും മുകളിലാണ് മാതൃ രാഷ്ട്രീയ പാർട്ടിയെന്ന് കോടതി ഉറപ്പിക്കുമ്പോൾ കേവലം സാമ്പത്തിക വാഗ്ദാനങ്ങളിലോ പദവികളിലോ വീണ് പാർട്ടി ചിഹ്നവും ഭരണഘടനയും സ്വന്തമാക്കാമെന്ന ഭരണപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളാണ് ഇവിടെ പിഴയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പിന്തുണ നൽകുന്നത് കേവലം വ്യക്തികൾക്കല്ല, മറിച്ച് ആ വ്യക്തി പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾക്കാണ്. അതിനാൽ പണത്തിനോ സ്വാർത്ഥ ലാഭത്തിനോ വേണ്ടി കൂറുമാറുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് ജനങ്ങൾ അർപ്പിച്ച വലിയൊരു വിശ്വാസമാണ്. ഇത് ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും തകർക്കുകയും വഴിവിട്ട് ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്യും. ജനങ്ങളുടെ വികാരവും ജനവിധിയും സംരക്ഷിക്കാൻ സുപ്രീം കോടതിയുടെ ഇത്തരം നിലപാടുകൾ അത്യന്താപേക്ഷിതമാണ്. ഒരു വശത്ത് സി.ജെ.പി പോലുള്ള യുവജന പ്രസ്ഥാനങ്ങളും ജനങ്ങളും കേന്ദ്ര നിലപാടുകൾക്കെതിരെ തെരുവിലിറങ്ങുമ്പോൾ മറുവശത്ത് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനവും കോടതിയും അടിയറവുകൾക്ക് വഴിപ്പെടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അധികാരവും പണവും ഉപയോഗിച്ച് ജനവിധിയെ തച്ചുടയ്ക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സുപ്രീം കോടതി നൽകുന്ന ഈ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്കാകും തുടക്കമിടുന്നത്.